വരുമ്പോൾ ബ്രിട്ടനിൽ വലിയ അധികാര കൈമാറ്റമാണ് ഉണ്ടാവുന്നത്. അധോസമയായ ഹൗസ് ഓഫ് കോമൺസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വൻ വിജയം. കീർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകും. 650 അംഗ സഭയിൽ കേവല ഭൂരിപക്ഷമായ 326 സീറ്റുകൾ നേടിയാണ് ലേബർ പാർട്ടി അധികാരത്തിലെത്തുന്നത്. സ്റ്റാർമറുടെ ക്യാമ്പിൽ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യത്തെ സെർവ് ചെയ്യാൻ താൻ തയ്യാറായി എന്നതാണ് അല്പസമയം മുമ്പ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ ക്യാമ്പിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ. ബ്രിട്ടനെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായ തെരഞ്ഞെടുപ്പ് വിധി എന്ന പ്രത്യേകതയുമുണ്ട്. 14 വർഷത്തിന് ശേഷം ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. ജനങ്ങൾ രാജ്യത്ത് മാറ്റം കൊണ്ടുവന്നുവെന്ന വിജയത്തിന് ശേഷം കീർ സ്റ്റാർമർ പ്രതികരിച്ചു. വലിയ ഉത്തരവാദിത്തമാണ് ഈ വൻ വിജയത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നും സ്റ്റാർമർ പറയുന്നു. Tonight, people here and around the country have spoken, and they're ready for change, to end the politics of performance and return to politics as public service. The change begins right here, because this is your democracy, your community and your future. You have voted. It is now time for us to deliver. Thank you very much. ഇന്ത്യൻ വംശജൻ കൂടിയായ ഋഷി സുനക്കായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയെ നയിച്ചത്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ഋഷി സുനക്. ലേബർ പാർട്ടിക്കും കീർ സ്റ്റാർമർക്കും അഭിനന്ദനങ്ങളെന്നും ഋഷി സുനക് പറയുന്നു. സമാധാനപരമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതിന് നന്ദി എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. Can I start by thanking the returning officer and all the team who've been working here at the count and at the polling stations today. You make our democracy possible. I'd also like to thank the police who've ensured that we can conduct this ballot here in North Yorkshire, but also across the country in safety. On this difficult night, I'd like to express my gratitude to the people of the Richmond and Northallerton constituency for your continued support. Since I moved here a decade ago, you have made me and my family feel so at home, and I look forward to continuing to serve as your Member of Parliament. It is an enormous privilege. I'm grateful to my agent and constituency team, and I congratulate my opponents here on the energetic and very good-natured campaigns that they have run. The Labour Party has won this general election, and I have called Sir Keir Starmer to congratulate him on his victory. Today, power will change hands in a peaceful and orderly manner, with goodwill on all sides. That is something that should give us all confidence in our country's stability and future. The British people have delivered a sobering verdict tonight. There is much to learn and reflect on, and I take responsibility for the loss. London, where I will say more about tonight's result before I leave the job of Prime Minister, to which I have given my all. I will then return here to my family's home, and I look forward to spending more time with you all in the weeks, months and years ahead. Thank you. ഋഷി സുനകിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. രാജ്യത്തിലെ ജനങ്ങളുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നു. എന്തായാലും സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. രാജ്യത്തിന്റെ സുസ്ഥിരമായ മുന്നോട്ട് പോക്കിന് താനും ഒപ്പമുണ്ടാകും എന്ന കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സുവി വിശ്വനാഥൻ നമുക്കുണ്ട്. സുവി, ലേബർ പാർട്ടിയെ സംബന്ധിച്ച് ചരിത്രപരമായ വിധിയാണ്. ഒരുപക്ഷെ ചില ഇടതുപക്ഷ ആശയങ്ങൾ പിന്തുടരുന്ന പാർട്ടി എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെട്ടതാണ് ലേബർ പാർട്ടി. ഋഷി സുനക് പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് എന്ന് മാത്രമല്ല, ഇന്ത്യയുമായി വലിയ തരത്തിലുള്ള നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്നതിൽ
ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുമുണ്ട്. നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധം അതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ വ്യക്തമായതാണ്. ഈ ബ്രിട്ടനിലെ അധികാരമാറ്റം അതിൻ്റെ ഒരു പ്രതിഫലനം എങ്ങനെയായിരിക്കും നയതന്ത്ര ബന്ധങ്ങളിലും ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് വിധിയുടെ ഒരു ചരിത്ര പ്രാധാന്യവും എങ്ങനെയാണ് സുനിൽ? 14 വർഷത്തിന് ശേഷമാണ് ലേബർ പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്നത്. ഈ 14 വർഷക്കാലം എന്ന് പറയുമ്പോൾ 8 തവണ പ്രധാനമന്ത്രിമാർ മാറി മാറി ആണ് കൺസർവേറ്റീവ് പാർട്ടി ഭരിച്ചിരുന്നത്. അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കി എന്നതാണ് ഇത്തരത്തിൽ ഒരു ചരിത്രവിധി ലേബർ പാർട്ടിക്ക് ഉണ്ടാകാനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പല നിലപാടുകൾ, കുടിയേറ്റത്തിനെതിരായ നിലപാടുകൾ, അതുപോലെയുള്ള മറ്റ് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക മാന്ദ്യം എന്നിവയെല്ലാം തന്നെ ജനങ്ങളെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടിൽ ആഴ്ത്തിയിരുന്നു. അതിനെല്ലാം ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഇപ്പോൾ ലേബർ പാർട്ടിയിലെ കീർ സ്റ്റാർമർ വിജയിച്ച് കയറുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അദ്ദേഹം ലേബർ പാർട്ടി കേവല ഭൂരിപക്ഷം മറികടന്നു. 650 അംഗ സഭയിൽ 326 വോട്ടുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. നിലവിൽ 380 സീറ്റുകൾ ഇതിനോടകം തന്നെ ലേബർ പാർട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം, കൺസർവേറ്റീവ് പാർട്ടി ഒരു കൂപ്പുകുത്തുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. വെറും 97 സീറ്റുകളാണ് നിലവിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. വലിയ വിജയം ലേബർ പാർട്ടി ആഘോഷിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം, തെരഞ്ഞെടുപ്പിൽ തോൽവിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം താൻ ഏൽക്കുന്നു എന്നാണ് ഋഷി സുനക് പറഞ്ഞത്. തന്നെ വിജയിപ്പിച്ച റിച്ച്മോണ്ട് ആൻഡ് നോർത്ത് അലർട്ടണിലെ ജനങ്ങൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്റെ കരിയർ താൻ രാജ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് ഋഷി സുനക് പറയുന്നത്. ഒപ്പം തന്നെ സജിത് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുമായി വലിയ വിദേശ നയതന്ത്ര ബന്ധങ്ങൾ ഋഷി സുനകിന്റെ കാലത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടതുപക്ഷാനുഭാവിയായ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു ലേബർ പാർട്ടി വരുമ്പോൾ അത് ഏത് തരത്തിലുള്ള മാറ്റമായിട്ടായിരിക്കും ഇന്ത്യയുമായി ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ സ്റ്റാർമർ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും, പ്രത്യേകിച്ച് കുടിയേറ്റം തടയും, അതിനാവശ്യമായ കാര്യങ്ങൾ തടയും, ആരോഗ്യ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കും. ഈ ആരോഗ്യ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ നഴ്സുമാർ, അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായി അവിടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉള്ളത്. അവർക്ക് അനുകൂലമാവുന്ന നിലപാടുകൾ ഉണ്ടാകും. പക്ഷെ കുടിയേറ്റങ്ങൾ തടയും എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഇവിടെ നിന്ന് കുടിയേറി പാർക്കുന്നവർക്ക് എതിരായി മാറുമോ എന്നൊരു ആശങ്കയുമുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും, ഏത് തരത്തിലായിരിക്കും ഈ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയാൽ ഇന്ത്യയുമായുള്ള ആശയവിനിമയവും സൗഹൃദ ബന്ധവും തുടരുക എന്നത് വ്യക്തമല്ല. പക്ഷേ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇസ്രായേലിനോട് കൂടുതൽ അനുകൂല സമീപനം പുലർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന വേളയിലെല്ലാം തന്നെ ബ്രിട്ടൻ കുറച്ചുകൂടെ ഇസ്രായേലിനോട് അടുത്തു നിൽക്കുന്ന സമീപനമായിരുന്നു. ഇനിയും അത് തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ലേബർ പാർട്ടി 380 സീറ്റിന് മുകളിലേക്ക് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ സ്റ്റീർ കാർമർ ആണ് ഇതിൽ കീർ സ്റ്റാർമർ ആണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുക. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന ഇടതുപക്ഷ അനുഭാവിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. 52 വയസ്സ്